ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എരിഹോവിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 10-ാം അധ്യായം 46-ാം വാക്യം. അവൻ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഫിഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ബർത്തിമായി കുരുടനും യാചകനും എരിഹോവിലെ താമസക്കാരനുമായിരുന്നു. എരിഹോ ഒരു ശപിക്കപ്പെട്ട നഗരമായിരുന്നു. നിങ്ങൾ എവിടെ താമസിക്കുന്നു? നിങ്ങൾ ദുഷ്ടതയുടെ കൂടാരങ്ങളിൽ വസിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. ദാവീദ് രാജാവ് പറയുന്നു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ മേശയ്ക്കൽ പ്രവാസം ചെയ്തിരുന്നെങ്കിൽ ഞാൻ കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നു. എൻ്റെ ആത്മാവ് സമാധാനത്തെ വെറുക്കുന്നവനോടൊപ്പം വളരെ കാലം താമസിച്ചു. ഞാൻ സമാധാനപ്രിയരാണ്, എന്നാൽ ഞാൻ സംസാരിക്കുമ്പോഴേ അവർ കലശൽ തുടങ്ങുന്നു എന്ന്. ഇത് സങ്കീർത്തനം 120-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. എരിഹോ എന്നാൽ ഈന്തപ്പനകളുടെ നഗരം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് ആവർത്തന പുസ്തകം 34-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണാൻ കഴിയും. എന്നാൽ ആ നഗരത്തിനൊരു ശാപമുണ്ടായിരുന്നു. എരിഹോ നഗരം പിടിച്ചടക്കുന്നതിന് മുൻപ് യോശുവ ഇസ്രായേൽ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ നഗരവും അതിലുള്ളവരും കർത്താവിനാൽ നശിക്കപ്പെടും. നിങ്ങൾ ശപിക്കപ്പെട്ടവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിങ്ങൾ ശപിക്കപ്പെട്ടവയിൽ നിന്ന് വിട്ടു നിൽക്കുക. നിങ്ങൾ ശപിക്കപ്പെട്ടവയിൽ നിന്ന് അകന്നു നിൽക്കുകയും ഇസ്രായേലിന്റെ പാളയത്തെ ശാപമാക്കുകയും അതിനെ ശല്യപ്പെടുത്തുകയും ചെയ്യാതിരിക്കാൻ എന്ന് യോശുവ 6-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ പറയപ്പെടുന്നു. എന്നാൽ ആഖാൻ ആ മുന്നറിയിപ്പ് ചെവിക്കൊണ്ടില്ല. വെള്ളിയും പൊന്നും സ്വർണവും എടുത്തു. അത് നിമിത്തം ഇസ്രായേൽ ജനം ഹായിയോട് യുദ്ധത്തിൽ തോറ്റു നശിച്ചു. പിന്നെ അവർ ആഖാനെയും അവന്റെ കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊല്ലുകയും ശപിക്കപ്പെട്ട വസ്തുക്കളോടൊപ്പം ചുട്ടുകളയുകയും ചെയ്തു. ഇതിനകം ശപിക്കപ്പെട്ട എരിഹോ നഗരത്തിന് യോശുവ ഒരു വലിയ ശാപം കൂട്ടിച്ചേർത്തു. എഴുന്നേറ്റ് എരിഹോ പട്ടണം പണിയുന്ന മനുഷ്യൻ കർത്താവിന്റെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ തന്റെ ആദ്യജാതനോട് കൂടെ അതിന്റെ അടിസ്ഥാനമിടും. ഇളയവനെ കൊണ്ട് അവൻ അതിന്റെ വാതിലുകൾ സ്ഥാപിക്കും എന്ന് യോശുവ 6-ാം അധ്യായം 26-ാം വാക്യത്തിലും പറയപ്പെടുന്നു. ബെഥേലിലെ ഹിയേൽ കർത്താവിന്റെ ഈ വാക്കുകളും അവന്റെ ദാസന്മാരുടെ മുന്നറിയിപ്പുകളും അവഗണിച്ചു. എരിഹോയ്ക്ക് അടിത്തറയിട്ടു. അടിത്തറയിട്ട ഉടൻ തന്നെ അദ്ദേഹത്തിന് തന്റെ ആദ്യജാതനായ അബീരാമിനെ നഷ്ടപ്പെട്ടു. എന്നാൽ അവൻ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി ആ നഗരം പണിയുന്ന ജോലി നിർത്തിയോ? ഇല്ല. അതിന്റെ കവാടങ്ങൾ സ്ഥാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് തന്റെ ഇളയ മകൻ സെഗൂബിനെയും നഷ്ടപ്പെടേണ്ടി വന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശുവിന്റെ ഉപമയിൽ വാഴ്ത്തപ്പെട്ട യെരുശലേമിൽ നിന്ന് ശപിക്കപ്പെട്ട എരിഹോവിലേക്ക് പുറപ്പെട്ട മനുഷ്യൻ കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടതായി കാണുന്നു. യെരുശലേം സമുദ്രനിരപ്പിൽ നിന്ന് 1300 അടി ഉയരമുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി താഴെയുള്ള താഴ്ന്ന പ്രദേശമാണ് എരിഹോ. ദൈവമക്കളെ, യെരുശലേമിനെ പോലെ സ്തുതിയും ആരാധനയും നിറഞ്ഞ സഭയിൽ വസിപ്പീൻ. ഒരിക്കലും കർത്താവിനെ വിട്ട് എരിഹോവിലേക്ക് പോകരുത്. ഉയർന്ന ആത്മീയ അവസ്ഥയിൽ നിന്ന് താഴ്ന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും പിന്മാറരുത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആവർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സില്ലായിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 63, 64, 65 അധ്യായങ്ങൾ. വൈകുന്നേരം റോമർ 6-ാം അധ്യായം. ആമേൻ.